സിനിമ സംവിധായകൻ്റെ കഴിവെന്ന് പറയുമ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ബേബി ചായൻ തന്നെയാണ്. സംവിധായകൻ തന്ന ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ കാണുന്നു അതിനെ? കാര്യം ഒരു കോമഡി ചെയ്യുന്നു, ഞങ്ങൾ കാണുന്ന അലൻസിയർ എന്ന നടൻ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണ്. അതിൽ നിന്നാണ് വളരെ വ്യത്യസ്തമായിട്ടൊരു കോമഡിയിലോട്ടുള്ള പ്രവേശനം. വാസ്തവത്തിൽ ആ കഥ എന്നോട് കഥ പറയുമ്പോൾ പോത്തനോട് തന്നെ ഞാൻ ഈ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പോത്തൻ പറഞ്ഞു, ഒരിക്കലും ചേട്ടൻ കോമഡി ചെയ്യണ്ട, ചേട്ടൻ വളരെ കൃത്യമായി സീരിയസ് ആയിട്ട് ചെയ്താൽ മതി, അത് ആളുകൾ ചിരിച്ചോളും. ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ ആ കഥാപാത്രത്തിന് എന്ന് പറഞ്ഞു വരുമ്പോൾ ജിപ്സി എന്നും ക്രിപ്സിൻ എന്നും അതൊന്നും ഞാൻ കോമഡി ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരാളത് കേൾക്കുമ്പോൾ ഇയാളവിടെ ഇടുക്കിയിൽ അവിടെ ഒരു കട നടത്തുന്ന കട്ടപ്പനയിൽ നിന്ന് സാധനം കൊണ്ടുവന്ന കട്ടപ്പനയിലെ ഏക സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വലിയ വായിൽ വർത്താനം പറയുമ്പോൾ അയാളുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു അഹങ്കാരമുണ്ട്. അപ്പോൾ ഇവൻ വന്നിരുന്നിട്ട് ഇയാളെക്കാളും പഠിച്ചിട്ടാണ് ഇവൻ വരുന്നത്. ഇവന് ഈ കമ്പ്യൂട്ടറും മറ്റു സാധനങ്ങളൊക്കെ ഭയങ്കര ടെക്കിയാണ്. അപ്പോൾ അവനെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ പേര് പറയുമ്പോൾ ആ ഈഗോ ഇയാൾക്ക് ഉണ്ടാകുന്നുണ്ട്. അവൻ്റെ പേര് ഇയാൾക്ക് അറിയാമായിരിക്കാം വാസ്തവത്തിൽ. അപ്പോഴാണ് അവൻ പേര് പറയുമ്പോൾ ക്രിസ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പേര് ഇയാൾ തെറ്റിക്കുക, മനഃപൂർവ്വം തെറ്റിക്കുകയാണ്. അവനെ ഞാൻ നിന്നേക്കാൾ വലിയ ഏതോ ലെവലിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സുപ്പീരിയർ കോംപ്ലക്സ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് അങ്ങനെ വർക്ക് ചെയ്തതാണ്. അത് പക്ഷേ കാണുന്നവർക്ക് ഒരു തമാശയായിട്ട് തോന്നി, പക്ഷേ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തത്.